രാജകന്യകയെ ഹൃദയത്തിലേറ്റി മലയോരവും വിക്ടർ ആദം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാരും വേഷമിട്ടിട്ടുണ്ടെന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ ക്യാമറ ചെയ്തിരിക്കുന്ന അരുൺകുമാറും ഇടുക്കിക്കാരനാണ്. അതുകൊണ്ട് രാജകന്യകയെ തേടി തിയേറ്ററുകളിലേക്ക് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വെറുമൊരു ചിത്രമെന്നതിനപ്പുറം ആത്മീയ ഉണർവ് കൂടി പകർന്നു നൽകുന്ന ചിത്രമാണ് രാജകന്യക. വൈസ് കിങ് മൂവീസിന്റെ ബാനറിൽ വിക്ടർ ആദം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം മാതാവിന്റെ സംരക്ഷണത്തെ ആസ്പദമാക്കിയുള്ള കഥയാണ്. സമുദ്രഗിരി ഗ്രാമത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിൽ കേരള തമിഴ്നാട് അതിർത്തിയാണ് പശ്ചാത്തലം. ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം കുടുംബ പ്രേക്ഷകരും പുതുതലമുറയും ഒരുപോലെ ഏറ്റെടുത്തു. നല്ല ചിത്രമായിരുന്നു. നല്ല സന്ദേശം നൽകുന്നുണ്ട്. ഇടുക്കിയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാർ ചിത്രത്തിലുണ്ട് എന്നതും വെള്ളിത്തിരയിൽ മലയോരത്തിന്റെ അടയാളപ്പെടുത്തലായി. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന അരുൺകുമാറും ഇടുക്കിക്കാരൻ തന്നെ. സിനിമയിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം ഇടുക്കി ജില്ലയിലെ മുക്കിലും മൂലയുള്ള കുറേ കലാകാരന്മാർക്ക് ഈ സിനിമയിൽ വരാനും അഭിനയിക്കാനുള്ള അവസരമുണ്ടായി. എല്ലാവർക്കും നെഞ്ചിലേറ്റാൻ കഴിയുന്ന ഒരു മനോഹരമായ സിനിമ. അതിലൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗമാക്കാൻ കഴിഞ്ഞു. അത് ഞങ്ങളുടെ ഒരു ഭാഗ്യത്തോടെ ഞങ്ങൾ കരുതുന്നു. പ്രധാന താരങ്ങളായ ആശ അരവിന്ദ്, രമേശ് കോട്ടയം, ഭഗത് മാനുവൽ, ആത്മീയ രാജൻ, മെറിന മൈക്കിൾ, ഡയാന ഹമീദ്, മീനാക്ഷി അനൂപ, ഡിനി ഡാനിയൽ, മഞ്ചാടി ജോബി, വിക്ടർ ആദം, ജിജി കൈതക്കൻ, ബിജു വൈശ്യൻ പറമ്പിൽ, ജി കെ പൊന്നാങ്കുഴി, ബാബു പാറത്തോട്, അനിൽ മാവടി, അനീഷ് മഞ്ഞപ്പെട്ടി, നെടുങ്കണ്ടം സ്വദേശികളായ റിൻസ്, ശോഭിൻ, അനു, സിനു, അനീഷ് മഞ്ഞപ്പെട്ടി, ജോസ് കട്ടപ്പന എന്നിവരോടൊപ്പം നിരവധി പുതുമുഖ താരങ്ങളും ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട്. ജെൽസൺ ജിനു, വിക്ടർ ജോസഫ് എന്നിവരുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അരുൺ വെൺപാലയാണ്. ചിത്രത്തിൽ പ്രധാന ഗാനം ആലപിച്ചിരിക്കുന്നത് KS ചിത്രയാണ്. മറ്റു ഗാനങ്ങൾ മെറിൻ ഗ്രിഗറി, അന്ന ബേബി, വിൽസൺ പിറവം എന്നിവർ ആലപിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.